കുട്ടിയുടെ കണ്ണുകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അച്ഛനുമായി യുദ്ധം ചെയ്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒന്നല്ല ഈ നീലകണ്ഠൻ. എന്താ പ്രശ്നം? എന്റെ ഉടുപ്പി കൃഷ്ണ, നമ്മൾക്ക് എന്ത് പറ്റി? കുറച്ചു മുമ്പേ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഒരു പ്രശ്നമില്ല. മംഗലശ്ശേരി നീലകണ്ഠനോട് കളിച്ച നല്ല അടി. ആരും പറഞ്ഞേ. അയ്യോ, നമ്മുടെ കുടുംബത്തിന് കറയാതിരിക്കൂ. എന്താണ് പ്രശ്നം? എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നമുണ്ട്. നടപ്പ് കണ്ടില്ലേ? ഇയാൾക്ക് ഭ്രാന്ത് തന്നെ. എല്ലാവരും ഓടിക്കോളൂ. ആനന്ദ, എനിക്ക് ഭ്രാന്തുമില്ല, ഒന്നുമില്ല. ഇവരോടൊക്കെ ഒന്ന് പുറത്തു പോകാൻ പറ. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന മാതിരി ഒന്ന് അഭിനയിച്ചു നോക്കിയതാ. എല്ലാവരും ഒന്ന് പുറത്തു പോകൂ. ഇയാൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. പോകൂ. നിന്നോട് പോകാൻ പ്രത്യേകിച്ച് പറയണോ? അല്ല, നാടകത്തിന് ബാക്കി ഭാഗം കൂടെ കാണാമെന്ന് വിചാരിച്ചു. ആഹാ, പോടാ. ഇവൻ ആരുടെ മകൻ? എനിക്ക് ഭ്രാന്തില്ലടാ ആനന്ദ, നീ പോയി കിടന്നുറങ്ങ്. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ബ്രദേഴ്സാണ്. അസമയത്തുള്ള ഈ അമിതാഭിനയം കാണിച്ച് എന്നേക്കുമായി തണ്ടൽ ഉളുക്കി കിടക്കയിൽ വീണാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കൂല. ഈ പ്രസ്ഥാനം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് നടത്തേണ്ടി വരും. വെറുതെ ആശ തരരുത് കേട്ടോ. അല്ല, ഈ പതിവൊക്കെ ഉണ്ട്. പിന്നെ അമ്പലത്തിൽ വന്നില്ലെങ്കിൽ ആ ദിവസം ഒരു സുഖം ഉണ്ടാവില്ല. സാറിന് ലാലേട്ടിന് പരിചയമുണ്ടോ? ലാല? ഏത് ലാല? മോഹൻലാൽ. പരിചയം ഉണ്ടോന്ന്? ഞങ്ങൾ MG കോളേജിൽ പഠിക്കുമ്പോ ആ കോളേജിലെ കുട്ടിക്കുറുമ്പന്മാരായിരുന്നു ഞാനും മോഹൻലാലും. അന്ന് അയാൾക്ക് അഭിനയത്തിനോടാണ് താല്പര്യം, എനിക്കാണെങ്കിൽ പാട്ടിനോടും. ഇന്നും അമ്പലത്തിന് അഷ്ടപതി കേൾക്കുമ്പോ ഞാൻ ആകെ തളർന്നു പോവാ. അതെന്താ, സാറിന് വാദത്തിന്റെ അസുഖമുണ്ടോ? അസുഖമൊന്നുമില്ല, പാട്ടിനോടുള്ള കമ്പം. ഞാനൊരു കാര്യം പറഞ്ഞ സാറ് ചെയ്യോ? ഈ സാറ് എന്നുള്ള വിളി വേണ്ട. എന്ന് വെച്ച് ഗണപതിന്ന് വിളിക്കണ്ട. ഇഷ്ടണ്ടെങ്കിൽ ഗണു എന്ന് വിളിച്ചാ മതി. സാർ ഈ മുടി ഒന്ന് കറുപ്പിക്കോ? മുടിന്നല്ല, മോഹിനി പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ആകെ ഇങ്ങോട്ട് കറുപ്പിക്കാം. മാത്രം പോരണം. ഹലോ, ഇയാൾ മുടി കറുപ്പിച്ചു ചെയ്തു. എന്റെ ഉടുപ്പി കൃഷ്ണ, ഇതെങ്ങനെ പറ്റി? കോമളം, ഇയാൾ കറുപ്പിച്ചു ചെയ്തു. തിരുമൽ ദേവാ, എങ്ങനെയാ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. രാവിലെ തുടങ്ങും ഓരോന്ന് സ്വസ്ഥത തരില്ലേ പണ്ടാറങ്ങള്. രാത്രി കിടക്കുമ്പോ വെളുത്തിരുന്നു, നേരം വെളുത്തപ്പോ കറുത്തു. ഇനിയിപ്പോ ഇത് വെളുപ്പിക്കണോ? മൊത്തത്തിൽ വെളുപ്പിക്കാതിരുന്നാൽ നല്ലത്. അയ്യോ, കാപ്പി പലഹാരം ഒന്നും കഴിച്ചില്ലല്ലോ. അവിടെ ഇരിക്കേണ്ട ഒരു പണ്ടാറ അവര് കൊടുക്ക്. ഈ വയസ്കാലത്ത് ഇങ്ങനെ കറുപ്പിച്ചാൽ എന്തോ കുഴപ്പമുണ്ട്. കൊറേ നേരമായല്ലോ കൈ കോട്ടിനുള്ളിൽ ഇട്ടിരിക്കണു. കൈ പിന്നെ ഷൂസിന്റെ ഉള്ളിലിട്. അതെ, വെറും 5 കിലോ മുളക് പൊടി മേടിച്ചോണ്ട് പറഞ്ഞേ. എന്തിനാ മുഴുക്ക് പൊടി മൂക്കി കേട്ടാനോ? വണ്ടി എടുക്കണോ? കാപ്പി പലഹാരം ഒന്നും കഴിച്ചില്ലേ, ഒരു പഴം പുളിങ്ങത് കൊണ്ടുവരട്ടെ. പഴം പുളിങ്ങത് നീ തന്നെ തിന്നോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഗണപതി സാറിന് ദിവസം ചൊല്ലും തോറും പ്രായം കുറഞ്ഞു വരികയാണ്. കുറഞ്ഞ് പള്ളി നിക്കറിട്ട് വരാതിരുന്നാ മതിയായിരുന്നു. താനേ വെള്ളിയാഴ്ച നിക്കറിട്ടോണ്ട് വരണമെന്ന്. അയ്യോ, മോഹിനി,
പറയാലോ, സാർ ഇത്രയും ചെറുപ്പമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മോഹിനി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ മുടി കറുപ്പിച്ചത്. പിന്നെ ആനന്ദ സാറിന് ഭയങ്കര പരാതിയാ. അതെന്താ അത്? ഞാൻ എപ്പോഴും സാറിന്റെ അടുത്താണെന്ന്. ഓ, ആനന്ദൻ അങ്ങനെ പറഞ്ഞോ? സാറ് ചോദിക്കാനൊന്നും പോകണ്ട, എപ്പോഴും എന്നെ അങ്ങോട്ട് വിളിക്കും. ചെന്നാൽ ഒരു നോട്ടവും ഭാവവും ഒക്കെയാ. എനിക്കിഷ്ടമല്ല. മോഹിനി, പണ്ടേ അവനൊരു വികൃതിയാ. വിദ്യാഭ്യാസം വളരെ കുറവാ. അതുകൊണ്ട് പെരുമാറ്റശുദ്ധി ഒന്നും പ്രതീക്ഷിക്കണ്ട. മുമ്പ് ഇവിടെ അടിച്ചു വരാമെന്ന ഒരു പാവം ആദിവാസി പെൺകുട്ടിയെ ഛെ, 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 ഞാൻ പറയില്ല. ഛെ, അയ്യോ സാർ, ഈ ഫയൽ സൈൻ ചെയ്തില്ല. അതെ, ഒരാഴ്ചത്തേക്ക് ഒരു ഫയലിലും സൈൻ ചെയ്യരുതെന്ന് ജോത്സ്യം പറഞ്ഞിരിക്കുന്നതേ. പിന്നെ മെഹ്റാൻ മെഹ്റ കമ്പനിക്ക് അയച്ച ക്രേപ്പ് റബ്ബറിന്റെ കാസ് ഇതുവരെ കിട്ടിയില്ല. അതെന്താണെന്ന് അന്വേഷിച്ചോ? മോഹിനി പോയി മാനേജറോട് വരാൻ പറയൂ. സർ, സാർ, ആനന്ദം പറഞ്ഞ കാര്യം എന്തായി? ക്വാളിറ്റി മോശമാണെന്നും പറഞ്ഞ് തിരിച്ചയച്ചു. ഇപ്പൊ ചെക്ക് പോസ്റ്റ് പിടിച്ചു വെച്ചിരിക്കുക. അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് നമ്മളുടെ ഗോഡൌണിൽ എത്തിക്കണം. ഓ, ഇതിന്റെയൊക്കെ പിന്നിൽ ആരുടെയോ ചില കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. കള്ളത്തരം ചെയ്താൽ മനസ്സിലാവില്ലെന്ന് കരുതിയല്ലേ? വിട്, വിട്, വിടാൻ. തിരുമൽ ദേവനെ സാക്ഷി നിർത്തി ഞാനൊരു സത്യം പറയാം. മേശപ്പുറത്തിരുന്ന മഷിക്കുപ്പി തട്ടി വീണു. തുടയ്ക്കാൻ തുണിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ കൈകൾ കൊണ്ട് അത് തുടച്ചു. എന്റെ തലയിൽ ഇങ്ങനെ തലോടി. ഇതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. ഇതിപ്പോ നമ്മുടെ കയ്യും ചെകുത്താന്റെ പോലെ ആയല്ലോ. അപ്പോൾ മുഖം പണ്ടേ ചെകുത്താന്റെ പോലായിരുന്നല്ലേ അള്ളു പറഞ്ഞതിന്റെ അർത്ഥം? മിണ്ടാതിരിക്കു പണ്ടാറം. ഇതെങ്ങനെയാ കളയുക എന്റെ മോളെ? കൈ മുറിച്ചു വേണ്ടി വരും. അച്ഛൻ വാ, ഞാൻ വൃത്തിയാക്കി തരാം. കൈ മുറിക്കണമോ എന്റെ ഉടുപ്പിക്ക്? ഇനി വരൂ. ഇതിപ്പോ പാണ്ടാൻ തേച്ചത് വെളുപ്പായി ഇത് പറഞ്ഞ പോലായി. എന്നാണ് വയസ്സ് കാലത്ത് ഇങ്ങനൊരു ആഗ്രഹം. അതിന്റെ കാരണമാണ് ഞാൻ അന്വേഷിക്കുന്നത്.